ഹായ്. അപ്പോൾ ഇന്ന് ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റാണ് ചെയ്തു നോക്കുന്നത്. വോയിസ് ഓവർ ഇട്ടിട്ട് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി പോക്കാന്ന് ബാങ്കിലേക്ക്. അങ്ങനെ പോകുന്ന പോക്കിൽ ഒരു കുരങ്ങനെ കണ്ടു കൂട്ടുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ കുറവാണ് കുരങ്ങനെല്ലാം കാണുന്നത്. അപ്പോൾ നേരെ നമ്മൾ അതും കണ്ട് നേരെ അമ്മേൻ്റെ ബാങ്ക് കാരാറമ്പ് ബ്രാഞ്ചിലാണ് ഉള്ളത്. അമ്മ കുറ്റാട്ടൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ. അപ്പോൾ അത് അമ്മേൻ്റെ ചങ്ങായിയാണ് കേട്ടോ, സുരേഖേച്ചി. എന്താ കുറ്റാട്ടൂർ ബ്രാഞ്ച് കാരാറമ്പിലാണ്. അപ്പോൾ അമ്മേനെ അവിടെ കൊണ്ടാക്കി നേരെ തിരിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി പോകുമ്പോൾ എല്ലാം ഗ്ലാസ് കയറിയിട്ട് ഒച്ചത്തിൽ പാട്ട് പാടുന്നൊരു പരിപാടിയാണ് അത്. വണ്ടിയിൽ പാട്ടൊന്നും വെക്കാണ്ട് ഞാൻ തന്നെ പാടി ആസ്വദിക്കും. അങ്ങനെ ആ മുട്ടക്കെത്തി ഈ വലത്ത് ഭാഗത്ത് കാണുന്നതാണ് എൻ്റെ മില്ല്. ചായ കുടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം, കണക്ക് നോക്കാനുണ്ട്. ഈ അടുത്ത ഭാഗത്ത് വലിയൊരു കുന്നേനും, അതിപ്പോൾ മണ്ണെടുത്തു. ഈ വലത്തേക്ക് പോകുന്നതാണ് ബിജുവാൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ്. ഇങ്ങനെ പവനൂരേക്ക് വരുന്നവർക്കറിയാം, ഇതൊരു ചുരം ഇറങ്ങുന്നത് പോലെയാണ്. ഈ വളവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക തണുപ്പാണ്. ഈ അടുത്ത ഭാഗത്ത് കാണുന്നത് നമ്മളെ വാൻശാല, അങ്കമ്പാടി. ഇതിങ്ങനെതാ നമ്മളെ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തുന്ന റോഡാണ് ഇത്. നേരെ പോയാൽ പെരുവളത്തുറമ്പ് ഇരിക്കൂർ റോഡാണിത്. ഏതൊരു സിനിമയിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള യാത്ര മടക്കയാത്രയാണ് നമ്മളെ വീട്ടിലേക്കുള്ളതെന്നുള്ളത്. എനിക്കെപ്പോഴും പ്രിയപ്പെട്ട യാത്ര എൻ്റെ വീട്ടിലേക്ക് വരുന്ന യാത്രയാണ്. അത് എവിടെ പോയിട്ട് വരുമ്പോൾ ആണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരുന്ന യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്ര. അത് ആ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ വണ്ടി എടുത്തിട്ട് എനിക്ക് ആദ്യം മേലേക്ക് പോകാണ്ട്, മില്ലിലെ കണക്കും കാര്യങ്ങളും നോക്കാണ്ടാവുകൊണ്ട് വണ്ടി മേലേക്ക് കയറ്റുന്നില്ല. അടുത്ത ഭാഗത്തോട്ട് കാണുന്ന റോഡ് എൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറ്റുന്നതാണ്. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. സൈഡിലെല്ലാം കാണുന്ന വാഴയെല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് കയറി ഗ്യാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്തൂട്ട പശുവിനെ കെട്ടിയിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇടാ. എന്നാ ചെടിക്ക് അച്ഛൻ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ അച്ഛനിങ്ങനെ വെള്ളം നനച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയിൽ പൂവ് ആദ്യമായിട്ട് വരുന്ന കേട്ടോ പൂവ്. അപ്പോൾ ഒരു കാലത്ത് ആ കോവിഡിൻ്റെ സമയത്ത് എനിക്ക് ഈ ചെടി നടൽ ഭയങ്കര ഒരു ഭ്രാന്തേനു. ഞാനും അച്ഛനും നടും, ഇത് ഞാനും അച്ഛനും കൂടിയെല്ലാം നട്ട തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇടുന്നെങ്കിലും കാണുമ്പോൾ അതൊരു റോസാ ചെടി അച്ഛൻ ഇന്നലെ ഇടുന്ന കൊണ്ടുതന്നെയാണ്. ഇതില്ല, ഈ ഒരു മരവാഴ പോലത്തെ ഒരു ഐറ്റായത്. അച്ഛൻ പറിച്ച് കളയാൻ നോക്കിയിട്ട് ഞാൻ വിട്ടിട്ടില്ല. അങ്ങനെ അച്ഛനിടുന്നത് ആ പച്ചപ്പറങ്കിയെല്ലാം നട്ടിട്ടുണ്ട്. കിളക്ക് പച്ചപ്പറങ്കി എന്ന് വെച്ചാൽ പച്ചമുളക്. താഴെ കാണുന്നതെല്ലാം അച്ഛൻ്റെ കൃഷി തന്നെയാണ്. കവുങ്ങും വാഴയും അങ്ങനെ ഇങ്ങനെയുള്ള അച്ഛനാടി ഉണ്ട്. എന്ത് പണിയൊക്കെ ഉണ്ട്. ചായയെല്ലാം കുടിച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മളെ മില്ലിൻ്റെ വണ്ടി ഈ കണക്കുമായിട്ട് വിഷ്ണു കള്ളക്കണക്കുമായി വന്നിട്ടുണ്ട്. കള്ളക്കണക്കൊന്നല്ല കേട്ടോ, തമാശ പറഞ്ഞത്. വിഷ്ണു ആണ് എൻ്റെ മില്ലിൻ്റെ വണ്ടി എടുക്കൽ, പൊടിയെല്ലാം കൊണ്ടുപോകുന്നത്. അത് നോക്കിയിട്ട് നേരെ ഞാൻ മില്ലിലേക്ക് വന്നു. അതാണ് മില്ല്. പാവൻ്റെ മുട്ട ജംഗ്ഷനാണെന്നാണ് കാണുന്നത്. അങ്ങോട്ടേക്ക് ഇരിക്കൂർ റോഡ്, തനിമ റൈസ് ഫ്ലോർ മില്ല്. ഇതിലോട്ട് വരുന്നവർക്കെല്ലാം കണ്ടിട്ടുണ്ടാവും. ആ നമ്പർ എൻ്റെ അല്ല കേട്ടോ, അത് മാറ്റേണ്ടതാണ്. മുന്നേ കൊടുത്തിയത് 2025 ഡയറി ദാസാട്ടിനിടെ കണക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഈ ഡയറിയിലാകുമ്പം ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ട് എഴുതാല. അമ്മേൻ്റെ ബാങ്കിൻ്റെ ഇതാണ് ഡയറിയാണത്. ദാസാട്ടിനത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സാധനമെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. സാധനം എടുക്കാൻ വേണ്ടി വിഷ്ണു മാർക്കറ്റിലേക്ക് പോകണമെന്ന്. സാധനമെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളെ പൊടി കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ കണ്ണൂരിൻ്റെ ഏകദേശം എല്ലാ ഭാഗത്തും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പൊടി, മല്ലിപ്പൊടി. തനിമ ഫ്ലോർ മിൽ ശുദ്ധമായ പൊടിയാണ്, നാടൻ പൊടിയാണ്. നമ്മൾ നാടൻ പാക്കറ്റിൽ തന്നെയാണ് കെട്ടിയിട്ടാക്കുന്നതാണ്. കാശ്മീരി ചില്ലി ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ. എവിടെ കണ്ടാലും തനിമ ഫ്ലോർ മില്ലിൻ്റെ പൊടികൾ എവിടെ കണ്ടാലും ധൈര്യമായിട്ട് വാങ്ങിക്കോ. നമ്മളെല്ലാം വീട്ടിലേക്ക് എടുക്കുന്നതാണ്, അത്രയും വൃത്തിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഇതാണ് മില്ലിൻ്റെ ഉള്ളിൽ മെഷീനറീസും കാര്യങ്ങളെല്ലാം. അതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ദാസാട്ടൻ്റെ കള്ളക്കണക്ക് കഴിഞ്ഞ മാസത്തെ ആട്ടാ, കഴിഞ്ഞ ഡിസംബർ മാസത്തെ കണക്ക്. കള്ളക്കണക്കൊന്നും ഞാൻ വെറുതെ പറയുന്നത്. അപ്പോൾ കണക്കെല്ലാം ഇങ്ങനെയുണ്ട്. അതെല്ലാം ഇങ്ങനെ മാസം കഴിഞ്ഞാൽ എൻ്റെ ടൈം പോലെ ഫസ്റ്റത്തെ വീക്കിൽ തന്നെ വന്നിട്ട് കണക്ക് കൂട്ടലാണ്. അത് കഴിഞ്ഞ് നേരെ മുടി മുറിക്കണം. അപ്പോൾ അതുകൊണ്ട് നേരെ പോകുന്ന നോക്കിൽ ഭയങ്കര ചൂടല്ലേ. നമ്മളെ ലൈലത്തേൻ്റെ ഇന്നീസ് അങ്ങനെയെല്ലാം പറയാം. അതിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്ക് അന്നത്തെ വീഡിയോയിൽ ഉണ്ടായില്ലേ ബായിക്ക് അന്നാ സംഭവം ശരിക്കും റംലത്ത ഉണ്ടായിരുന്നു. റംലത്ത മട്ടന്നൂർ ആണ് റംലത്തേൻ്റെ സ്ഥലം. റംലത്ത ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണലുണ്ട്, ഷോർട്സ് എല്ലാം കാണലുണ്ട്. ഭയങ്കര കോമഡിയാണ്, തമാശ അതിനെ പറ്റി ഒരേ വർത്താനം. കണ്ടേരം മുതൽ നമ്മൾ വർത്താനം പറഞ്ഞ് ഇറങ്ങിയത്. ഞാനും ആരെങ്കിലും വർത്താനം പറയാൻ കിട്ടിയാൽ വിടൂല, റംലത്തയും വിടൂല. എനിക്ക് മനസ്സിലായി. ഞാനൊരു അവക്കാഡോ ഷേക്കും ഒരു ബർഗറും പറഞ്ഞിരുന്നു. അതെല്ലാം വന്നു. റംലത്ത കഴിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. കഴിക്കുമ്പോൾ ഞാൻ അടുത്തേക്ക് കയറിപ്പോയിന്. അപ്പോൾ റംലത്ത അച്ചാറിൻ്റെ എല്ലാം പരിപാടിയാണ്, അച്ചാറുണ്ടാക്കൽ. അതുപോലെ തന്നെ നമ്മളെ ഈ മുടി കൊഴിച്ചലിൻ്റെ താരൻ്റെ അതിൻ്റെ ഒരു ഓയിൽ, ഒരു വെളിച്ചെണ്ണയും ഉണ്ടാക്കുന്നുണ്ട്. മട്ടന്നൂർ ഉരുവച്ചാലാണെന്ന് പറഞ്ഞു സ്ഥലം. അതാ പറയുമ്പോഴത്തേക്ക് ബായി ഫുൾ സപ്പോർട്ടാട്ടാ. അച്ചാർ കാണിച്ചു തന്നു എനിക്ക്. അത് ലൈലത്തേക്ക് ഒരു സാമ്പിൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു. ബീട്രൂട്ട് അച്ചാറും
ബീട്രൂട്ട് അച്ചാറും അതുപോലെ തന്നെ മാങ്ങ അച്ചാറും. പിന്നെ അതുപോലെ തന്നെ ഇവർ പാക്കാക്കിയിട്ട് എല്ലാവരും സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ദിവസം വീട്ടിലേക്ക് വരുമോ, ഒരു വീഡിയോ എടുത്ത് തരുമോ അച്ചാർ ഉണ്ടാക്കുന്നതെന്നല്ലോ. അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബായി അടുത്ത സാധനം എടുത്ത് വന്നു. ഇതാണ് ഹെയർ ഓയിൽ, ഞാൻ പറഞ്ഞ നാച്ചുറൽ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട്, റംലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുടി കൊഴിച്ചൽ, നര, അകാല നര, പിന്നെ വാർദ്ധക്യം, അത് വാർദ്ധക്യമല്ല അകാല നര, അതെല്ലാം മാറിക്കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈലത്ത് യൂസ് ചെയ്യുന്ന പോലും നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു. മുടി ഇല്ലാത്തവർക്ക് മുടി വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഞാൻ ആ ബർഗറും അവക്കാടോ ഷേക്കെല്ലാം കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് റംലത്ത് എന്നോട് പറഞ്ഞു നീ ഒരു അച്ചാർ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലങ്ങനെ എല്ലാവരും അച്ചാർ നിർബന്ധമൊന്നുമില്ല, നമ്മളങ്ങനെ ഇടയ്ക്കെങ്ങനെ അച്ചാർ മേടിക്കലുള്ളൂ. അപ്പോൾ ഒരു മാങ്ങ അച്ചാർ ഞാനിങ്ങ് എടുത്തു. ഒരുപാട് സന്തോഷം റംലത്തിനെ കണ്ടതിൽ. റംലത്തി അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ കണ്ടതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരേ വർത്താനം പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ 8-ാം മൈലെത്തി. ഈ കാണുന്ന ബാർബർ ഷോപ്പിൽ നിന്നാണ് ഞാൻ മാത്രമല്ല നമ്മളെ ഏരിയയിലുള്ള പിള്ളേരെല്ലാം മുടി മുറിക്കൽ, പോൾ ബാർബർ, റിജ്വാൻ അലി. അപ്പോൾ ഞാൻ നേരെ അടുത്തേക്ക് പോയി. ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരുത്ത്. പിന്നെ എല്ലാ മോഡലും ഉണ്ട്. എല്ലാ മോഡൽ ഏത് മോഡൽ പറഞ്ഞാലും റിജ്വാൻ ഭായി ഒരു ഒറ്റ മോഡലാക്കി തരും മുറിച്ചിട്ട്. അതാണ് റിജ്വാൻ ഭായി. അങ്ങനെയൊന്നുമല്ല കേട്ടോ, നല്ല വൃത്തിക്ക് നമ്മൾ ഏത് ഫോട്ടോ കാണിച്ചിരുന്നോ അതേപോലെ ആക്കി തരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ തണുപ്പ് കാലമായാലും എനിക്ക് ഭയങ്കര സ്കിന്നും ഡ്രൈ ആവും, അതുപോലെ തന്നെ മുടിയെല്ലാം ഭയങ്കര എൻ്റെ കുറച്ച് ഹാർഡ് മുടിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ഡ്രൈ ആവും. ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ വേഗം മുടി വളരുകയും ചെയ്യും. അങ്ങനെ ഞാൻ മുടി മുറിച്ച് കുറച്ച് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അല്ലെങ്കിൽ മുടി കുറച്ച് വളർത്തുന്നതിനും. അപ്പോൾ മുടി ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരാളുണ്ട്, തങ്ങൾ ക്യൂലാണെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ആടെ ഇരുന്നിട്ട് ഇങ്ങനെ മുടി ഇതെല്ലാം നോക്കി. പണ്ടെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ അച്ഛനെല്ലാന്ന് നമ്മളെ കൂട്ടിയിട്ട് മുടി മുറിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ നമ്മളെ ഫാഷനൊന്നും അന്നേരം നടക്കില്ല, ഒറ്റ സ്റ്റൈലാണ്. പക്ഷേ മുടി മുറിക്കാൻ വരുന്നതിനെക്കാട്ടി സന്തോഷം എന്ന് വെച്ചാൽ, മുടി മുറിക്കുന്നതിനെക്കാട്ടി സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് പൊറോട്ടയും കറിയെല്ലാം മേടിച്ചു തരും. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഓർമ്മയാണ്, അനുഭവം. അങ്ങനെ ആടെ ഇരുന്നില്ല ഒട്ടയെല്ലാം വിടുമ്പോഴത്തേക്ക് എൻ്റെ സീറ്റ് എൻ്റെ ഇതായിട്ടുണ്ട്. ടോക്കൺ വിളിച്ചു. ഞാനപ്പോൾ അവിടെ കയറി ഇരുന്നിട്ട് ഭായിനോട് ചോദിച്ചു, ഭായി എങ്ങനെയാണെന്ന് മുറിക്കേണ്ടതെന്ന് ചോദിച്ചു. തണുപ്പാണ്, അതുകൊണ്ട് കുറച്ച് അടിയെ മുറിച്ചേക്കാം എന്നെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്ക് എനക്കാണെങ്കിൽ തൊടാ ഹിന്ദി അറിയും. എനിക്ക് ഹിന്ദി അങ്ങനെ നന്നായിട്ട് അറിയില്ല. അങ്ങനെ മുടി മുറിച്ച് ഒപ്പിക്കേണ്ട ഹിന്ദിയെല്ലാം എനിക്കറിയാം പറയാൻ. വായിക്കാനെങ്കിൽ തൊടാ മലയാളം അറിയും. ഞാൻ വീഡിയോ എടുക്കലാണെന്നൊന്നും മൂപ്പർ അറിഞ്ഞിട്ടില്ല ആദ്യം. ഞാനൊരു ഹായ് ആക്കാൻ പറഞ്ഞാൽ ഹായ് ആക്കി. നമ്മളെ മെയിൻ ദോസ്താണ് കേട്ടോ, നല്ല പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമാണ്. അതുകൊണ്ടാണ് ഈ വിളിച്ച് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരുന്നത്. നമ്മളെ ഈ ഭാഗത്തുള്ള എല്ലാ ഒട്ടുമിക്ക പിള്ളേരും അവിടെ തന്നെയാണ് മുറിക്കൽ, വലിയ ആൾക്കാരായാലെല്ലാം. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മുറിക്കണ്ടേന്നെല്ലാം ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അധികം സ്ലോപ്പ് സൈഡ് 0 എല്ലാമാണ് ഞാൻ അടിക്കൽ. ഇതുകൊണ്ട് അതാണ് കുഞ്ഞിക്കുട്ടിക്ക് നമുക്ക് സ്കൂളിൽ പോലെ പണ്ട് കുഞ്ഞിക്കുട്ടിക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മുടി ഇങ്ങനെ കെട്ടിക്കൊടുക്കൂലേ. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ക്ലിപ്പെല്ലാം ഇട്ട് അങ്ങനെയെല്ലാം പരിപാടി തുടങ്ങി. സൈഡ് 0 അടിച്ചു. നല്ല വൃത്തിക്ക് മുടി മുറിച്ച് തരും. എത്ര സമയം ഇപ്പം ബാക്കിലൊരാളുണ്ടെങ്കിൽ പോലും മൂപ്പർ നല്ല വൃത്തിക്ക് മുറിച്ച് തരും കേട്ടോ. നല്ല മഞ്ചാക്കി തന്ന് മുറിച്ചിട്ട് ഞാൻ ചോദിച്ചു താടി അടിക്കണം. ഞാൻ വേറൊരാളോടും കൂടി ചോദിക്കലുണ്ട് കേട്ടോ എങ്ങനെയാണ് മുറിക്കേണ്ടതെന്നുള്ള അഭിപ്രായം. അപ്പോൾ അതുപോലെ തന്നെ റിജ്വാൻ അലീനോടും ചോദിക്കും. അങ്ങനെ മുടി മുറിച്ച് സെറ്റാക്കി. ഞാൻ പറഞ്ഞു താടിയും കൂടി ഒന്ന് ഒരു 0.5 ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ 0.5 ഇട്ടു. കുറേ ആൾ പറയലുണ്ട് ഷേവ് ഇങ്ങനെ ചെയ്യുന്നത് രസമില്ല. ചില ആൾ പറയും ഇതാണ് ഇഷ്ടം എന്ന് പറയും. ചില ആൾ എൻ്റെ വെല്ലുമ്മയൊക്കെല്ലാം ഇഷ്ടമല്ല താടിയും ഇതെല്ലാം മീശയെല്ലാം കളയുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തണുപ്പിൻ്റെ ഇതായതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത്. അങ്ങനെ ഞാൻ മയിൽ ബാങ്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ മയിലേക്കാണെന്ന് പറഞ്ഞാലോ റിജ്വാൻ പറഞ്ഞു ഞാനും വരുന്നത് അന്യം ഒന്ന് അപ്പുറം SBI ആക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആക്കാം, നമുക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓനും കൂടി എൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞു. കടയെല്ലാം അടച്ച് ഓനും നേരെ വണ്ടി കയറി. നമ്മളെന്നിട്ട് ഓൻ്റെത് SBI അവൻ നാട്ടിലേക്ക് പോക്കാൻ കാര്യം 20-ാം തീയതി. അപ്പോൾ അതിനെന്തോ പൈസ അയക്കാൻ എന്തോ കാര്യത്തിനാണ്. അപ്പോൾ നേരെ മയിലേക്ക് വിട്ടു. SBI ഇല്ലാടെ ഇറക്കി അവനെ. ഫുൾ ഫോണിലാണ് ആരോ വിളിക്കുന്നുണ്ട്, എന്തോ പൈസേൻ്റെ എന്തോ ഇതാണ്. ഞാനെൻ്റെ നേരെ വീട്ടിലെത്തി തിരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേങ്കിൽ ഇത് എൻ്റെ ഒരു ദിവസമൊന്നും ആയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്തൂട്ടിനൊന്നും കാണിച്ചില്ല. എത്തൂട്ടിനൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഇപ്പം എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പല ആൾക്കാരുണ്ട്. പല ആൾക്കാരും വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ചില ആൾക്കാരില്ലാത്ത ഒരു നിമിഷം പോലും ഇന്ന് എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ സിനിമാ വിശേഷങ്ങളായിട്ട് അതുവരെ ബൈ.